നിർണായകമായ ഒരു ബില്ല് പാർലമെന്റിൽ അവതരിപ്പിക്കുമ്പോൾ ഒരു സാധാരണ എം പി, ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയുടെ ഒരു സാധാരണ എം പി തന്നെ ലോക്സഭയിൽ ഇല്ലാതിരിക്കുക എന്നത് തീർച്ചയായിട്ടും എല്ലാവർക്കും അത്ഭുതമുണ്ടാക്കുന്ന കാര്യമാണ്. അതോടൊപ്പം തന്നെ പ്രതിഷേധിക്കാവുന്ന കാര്യമാണ്. എന്നാൽ ആ സാഹചര്യത്തിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ കേരളത്തിന്റെ, ഇന്ത്യയുടെ, കോൺഗ്രസിന്റെ, അതേപോലെ തന്നെ ഇന്ത്യ മുന്നണിയുടെ പ്രമുഖ നേതാവായ, അതേപോലെ തന്നെ കോൺഗ്രസ് പൊതു സ്വത്തായി കൊണ്ടു നടക്കുന്ന പ്രിയങ്ക ഗാന്ധിയെ പോലെ ഒരാൾ ഇതുപോലെ ആ നിയമത്തിനെതിരെ പ്രതികരിക്കാൻ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ, അതിനെതിരെ തന്റെ വോട്ട് രേഖപ്പെടുത്താൻ അവർ അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ പ്രതിഷേധിക്കുക സ്വാഭാവികം. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പ്രിയങ്കയ്ക്കെതിരെ, കോൺഗ്രസിനെതിരെ ഇതുപോലെ രൂക്ഷ വിമർശനവുമായി ആളുകൾ എത്തുന്നതും. എന്നാൽ അവർ അതിന് പലതരത്തിലുള്ള ന്യായീകരണങ്ങൾ പറയുന്നുണ്ടെങ്കിൽ പോലും ദീർഘവീക്ഷണമുള്ള ഒരു പാർട്ടിയുടെ നേതാവ് എന്ന രീതിയിൽ അതിനെ കൃത്യമായി കൈകാര്യം ചെയ്യാൻ എന്തുകൊണ്ട് കോൺഗ്രസിന് തന്നെ സാധിക്കുന്നില്ല? ഇവരെങ്ങനെയാണ് ഇന്ത്യ മുന്നണിയും കൊണ്ട് മുമ്പിലോട്ട് പോവുക എന്ന് തന്നെയാണ് പല ആളുകളും ചോദിക്കുന്നത്. അതൊക്കെയും തന്നെ യഥാർത്ഥത്തിൽ എല്ലാവർക്കും സംശയമുണ്ടാക്കുന്ന കാര്യങ്ങളുമാണ്. ഇതുപോലെ വിവാദമായ ഒരു ബില്ല് ഇത്രയും ലാഘവത്തോടെ അവർ വിജയിപ്പിച്ചെടുത്തു എന്ന് പറയുമ്പോൾ, അതിനെതിരെ പ്രതികരിക്കാൻ ഒരാളെ കൊണ്ട് സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ, ആ സാഹചര്യത്തിൽ ഒരുപക്ഷെ ഇന്ത്യ മുന്നണിയിൽ തന്നെയുള്ള ചെറിയ ചെറിയ പാർട്ടിയുടെ വക്താക്കളാണ് ഇതുപോലെ അതിനെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധവുമായി മുമ്പോട്ട് വരികയും ചെയ്തത്. ആ സാഹചര്യത്തിൽ പോലും ഇതിന് കൃത്യമായ രീതിയിൽ ഇടപെടാൻ കോൺഗ്രസിനോ കോൺഗ്രസ് നേതൃത്വത്തിനോ സാധിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും പ്രതിഷേധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് തന്നെയാണ് ഇവിടെ സംഭവിക്കുന്നത്. ഒരുപക്ഷെ അതിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഷേധം ഉണ്ടാവാൻ സാധ്യതയുള്ളതും കേരളത്തിലാണ്. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇങ്ങനെയുള്ള വീഴ്ചകൾക്കൊക്കെയും തന്നെ വലിയ വില നൽകേണ്ടി വരും എന്നും തന്നെ കോൺഗ്രസ്. കാരണം മതേതരം ആഗ്രഹിക്കുന്ന ഏതൊരു മനുഷ്യനെയും സ്വപ്നമാണ്, പ്രതീക്ഷയാണ് പലപ്പോഴും കോൺഗ്രസ്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ബില്ലിനെതിരെ അത് ഉണ്ടായാൽ, അത് നടന്നാൽ ഉണ്ടാവുന്ന മോശ വശങ്ങളെ കുറിച്ചും അത് സാധ്യമാവാതിരുന്നാൽ ഉണ്ടാവുന്ന നല്ല വശങ്ങളെക്കുറിച്ചും മറ്റും പലപ്പോഴും കൃത്യമായ രീതിയിൽ ആളുകൾക്ക് മനസ്സിലാക്കി കൊടുക്കാൻ ഇവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ബില്ലിനെതിരെ പ്രതികരിക്കേണ്ടടുത്ത് കൃത്യമായ രീതിയിൽ പ്രതികരിക്കുകയോ അതിനെതിരെ ആർജവത്തോടെ സംസാരിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിനോട് കുറച്ചെങ്കിലും അതൃപ്തിക്ക് കാരണമാവുന്നത്.